നമുക്കറിയാം, പത്രോസ് എന്ന ഒരാളുണ്ട് യേശുവിൻ്റെ കൂടെ. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുന്നു. എന്നിട്ട് പത്രോസ് പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ദൈവത്തോട് അടുത്തോട്ട് വരികയാണ്. യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? പത്രോസിനോട് ക്ഷമിക്കുകയും പത്രോസിനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറൊരാളുണ്ട്, യൂദാസ് എന്നാണ് അയാളുടെ പേര്. യൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു യേശു ക്രിസ്തുവിന്. എന്നിട്ട് യേശു ക്രിസ്തു മരിച്ച് കഴിഞ്ഞപ്പോൾ ആ 30 വെള്ളിക്കാശ് പുരോഹിതന്മാർക്ക് ആരാണോ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി കാത്തിരുന്നത് അവർക്ക് കയ്യിൽ കൊടുക്കുകയാണ്. അവയൊന്നും വാങ്ങിക്കുന്നില്ല. അവസാനം പള്ളിയിൽ അല്ലെങ്കിൽ ആലയത്തിൻ്റെ അകത്ത് അത് ഇറങ്ങിയിട്ട് തൂങ്ങിച്ചാവുന്ന രംഗം നമുക്ക് ഓർമ്മിപ്പിച്ചു നോക്കിയേ. യൂദാസ് മരിച്ചതിൻ്റെ കാരണം അയാൾ ചെയ്തതിൻ്റെ കുറിച്ചുള്ള കുറ്റബോധം കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ യൂദാസ് എവിടെയാണ്? നരകത്തിലാണ്. കാരണം എന്താണ്? മാനസാന്തരപ്പെട്ടില്ല. യേശു ക്രിസ്തു എന്നെ കൈക്കൊള്ളുമോ എന്നുള്ള ആ പേടിയല്ല, ഷെയിം എന്ന് പറയും. ആ നാണക്കേട് കൊണ്ട് യൂദാസിനൊന്ന് യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല. എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നമ്മളും പത്രോസിനെയും പോലെയും യൂദാസിനെയും പോലെയും ചിലപ്പോഴൊക്കെ ദൈവത്തെ തള്ളിപ്പറയും. പക്ഷേ യേശു ക്രിസ്തുവിനോട് അടുത്ത് വരിക, യേശു ക്രിസ്തുവിനോട് മാപ്പ് പറയുക, എന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ പാത തുടരുക. അങ്ങനെ അല്ലാതെ യൂദാസിനെ പോലെ ദൈവനെ കൈക്കൊള്ളില്ല എന്ന് വിചാരിക്കരുത്. നാണക്കേടൊന്നും വിചാരിക്കരുത്. തീർച്ചയായും ദൈവം നിന്നെ കൈക്കൊള്ളുന്ന ദൈവമാണ്. കൈക്കൊള്ളും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.